Hi all, welcome back to my YouTube channel. Today is a Sunday and ഇന്ന് കുറച്ച് പ്ലാൻസ് ഉണ്ട് ബിക്കോസ് നമ്മൾ വി ആർ പ്ലാനിങ് ടു ഗോ ഔട്ട് ടുഡേ. ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഞാൻ കിടന്നുറങ്ങാൻ ലേറ്റായി. സോ എഴുന്നേക്കാനും നല്ല ലേറ്റൊന്നും ആയില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റു. എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വി ഹാവ് സം പ്ലാൻസ്. നമ്മൾ പുറത്ത് പോകാനിരിക്കുവാണ്. പുറത്ത് മീൻസ് ലൈക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു മോളിൽ പോകാൻ വേണ്ടിയിരിക്കുക. ഞാൻ ഈ പഴം പുഴുങ്ങിയതൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു നല്ല കുട്ടിയാണ്. രാവിലെ എഴുന്നേറ്റ് പഴമൊക്കെ പുഴുങ്ങി കഴിച്ച് ഒറ്റ ഫുഡൊന്നും ഓർഡർ ചെയ്തില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഞാനൊരു നല്ല കുട്ടിയൊന്നും അല്ല. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ഉച്ചയ്ക്കും രാത്രിയിലും നല്ലതായിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം. അതിനൊരു മാത്രം അല്ലെങ്കിൽ ഞാൻ രാവിലെ 3 നേരം പുറത്തുനിന്ന് കഴിച്ചാൽ കുറച്ച് അധ്വാനിച്ചതൊന്നും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഫോൺ പിടിച്ചിരുന്ന രീതി കണ്ടിട്ട് ഞെട്ടണ്ട. എനിക്ക് ഇത് ഇങ്ങനെ പിടിച്ചപ്പോഴാണ് ബാലൻസ് കിട്ടണേ. ഈ ബ്ലെൻഡ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, ആ സ്പോഞ്ച് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ കൈകളൊക്കെ ഞാൻ വെറുതെ സ്പോഞ്ച് എടുക്കാൻ പോകാൻ രസമുണ്ട്. ഹായ്, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇനി നമുക്ക് ഹൈലൈറ്റ് വെച്ച് കാണാം എന്നൊക്കെയല്ലേ, അതായത് മോളിൽ വെച്ച് കാണാം. പക്ഷെ എനിക്ക് മോളിൽ പോകാൻ പറ്റിയില്ല. ബിക്കോസ് എനിക്ക് ഇന്നലെ മുതലേ ഒരു കാലുവേദനയുണ്ട്. ആ കാലുവേദന ഇന്നായപ്പോഴത്തേക്ക് കൂടി. എനിക്ക് തോന്നി ഞാൻ ഈ കാലുവേദന വെച്ചിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഫുൾ നേരം എനിക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാനൊന്നും ചിലപ്പോൾ പറ്റില്ല. ഞാൻ പോണ തന്നെ വൃത്തിയായി പോകും. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പോകണ്ടാന്ന്. പക്ഷെ ഭയങ്കര സങ്കടമായി. ബിക്കോസ് ഞാൻ ഒരുങ്ങി എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പോകണ്ട. അത് ഇച്ചിരി സങ്കടമായി. ബിക്കോസ് ആകെ കിട്ടുന്ന ഒരു സൺഡേ, അത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വിചാരിക്കുമല്ലേ ഇന്ന് റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇന്ന് കറങ്ങാൻ പോകാം. കുറേ ആയി പുറത്തൊക്കെ പോയിട്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്നൊരു കാലുവേദനയൊക്കെ വന്നപ്പോൾ ആദ്യം സങ്കടമായി. ബട്ട് നമ്മൾ നമ്മുടെ ഹെൽത്ത് കൂടെ നോക്കണമല്ലോ, എപ്പോഴും കറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കുറേ നേരം ഉറങ്ങി, പെയിൻ കില്ലേഴ്സ് കഴിക്കേണ്ടി വന്നു. എന്നിട്ടും കുറവുണ്ട്. ബട്ട് നടന്നു കഴിഞ്ഞാൽ അത് കൂടുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല. നമുക്കത് പിന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. പക്ഷേ അത് വരാം. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഒരു സൺഡേ ഉള്ളൂ. അത് നമ്മൾ സങ്കടപ്പെട്ട് വേസ്റ്റാക്കി കളയാനാണെങ്കിൽ പിന്നെ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇന്നങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെന്താണെന്ന് ഞാൻ വന്നിട്ട് കുറേ നാളായിട്ട്, അതായത് ഞാനൊരു ഇവിടെ വന്ന ടൈമിൽ, കാലിക്കറ്റ് വന്ന ടൈമിൽ ഒരു പോട്ടറി വർക്ക്ഷോപ്പിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ഈ സംഭവം കുറേ പോട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ലൈക്ക് അപ്പോൾ അങ്ങനെ കുറേ ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ ഇതിന് ഇതുവരെ ഞാൻ പെയിന്റ് അടിച്ചിട്ടില്ല. ഞാൻ എന്നിട്ട് പോയിട്ട് കുറേ പെയിന്റുകൾ ഇതേപോലത്തെ ആക്രിലിക് പെയിന്റ് മേടിച്ചു. എനിക്ക് അറിയത്തില്ല ഇതിനകത്ത് എന്ത് പെയിന്റ് അടിക്കേണ്ടതെന്നൊന്നും. പക്ഷെ ഞാൻ കുറച്ച് ആക്രിലിക് പെയിന്റ് മേടിച്ചു. ചുമ്മാ അതിനൊന്ന് പെയിന്റ് അടിക്കാം എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇതുവരെ എനിക്ക് ആ ഒരു സംഭവത്തിന് പറ്റിയിട്ടില്ല നല്ല ചില ദിവസം എനിക്ക് തോന്നാറില്ല അത് ചെയ്യാൻ. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് വേറെ പരിപാടി ഒന്നുമില്ല. ഉച്ച വരെ ഉറങ്ങി മരുന്നൊക്കെ കഴിച്ചിട്ട് വേദന കുറഞ്ഞു. ഇനി എനിക്ക് ഈ ഒരു ദിവസം ഇനി ഉച്ച കഴിഞ്ഞും കൂടെ വേസ്റ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ മുതൽ പണിയെടുക്കാൻ അത്ര സുഖം ഉണ്ടാവില്ലല്ലോ. സോ നമുക്ക് ആ ടൈം വേസ്റ്റ് ആക്കണ്ട. ഇത് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ആ ഒരു സംഭവം ചെയ്യാം. എൻ്റെ കുറച്ച് പെയിന്റും ഉണ്ട്. റെഫറൻസ് ഒന്നുമില്ല, ഞാൻ നോക്കിയിട്ടുണ്ട്. ബട്ട് ലെറ്റ്സ് സീ എന്താവും എന്ന് എനിക്കറിയില്ല. നമുക്ക് ചുമ്മാ പെയിന്റ് ചെയ്യാൻ വിചാരിച്ചു. എൻ്റെ പോട്ട് ഞാൻ കാണിക്കാം. ഈ പോട്ട് ഇത് ആ ടീച്ചറിന്റെ കൂടെ ഉണ്ടാക്കിയതാ. സോ അതിങ്ങനെ ബാക്കിയുള്ള പോട്ടുകളൊക്കെ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ട്. പക്ഷെ അതൊരു നല്ല പ്രോഗ്രാം ആയിരുന്നു ആക്ച്വലി. നമുക്ക് ഇതൊക്കെയാണ് ബാക്കി പോട്ടുകൾ.
ഇത് ബാക്കി വന്ന ക്ലേ വെച്ചിട്ടുണ്ടാക്കിയത്. ഇതൊക്കെ ക്ലേ വെച്ചുണ്ടാക്കിയതാ. ഇങ്ങനെ കുറച്ച് ഇതൊക്കെ ഒന്ന് പെയിന്റ് അടിക്കണം. നമ്മൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും രണ്ടെണ്ണം അങ്ങനെ പെയിന്റ് അടിച്ച് നോക്കാം. ഇതെങ്ങനെയാവും എന്ന് എനിക്ക് യാതൊരു പിടിയുമില്ല. ബിക്കോസ് ഞാൻ ഇതിന് മുന്നേ ഈ ഒരു പരിപാടി ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ ആക്ച്വലി പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു. സഡനായിട്ട് എനിക്ക് തോന്നിയത് എങ്ങനെ എടുക്കാമെന്ന്. ബിക്കോസ് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യവും നമ്മുടെ പ്ലാൻ അനുസരിച്ച് നടക്കത്തില്ല. ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ പുറത്തു പോകാൻ. നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എനിക്കിന്ന് പുറത്തു പോയിട്ട് സാധനം മേടിക്കാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻ ആയിട്ടാണ്, ഞാൻ വിചാരിച്ചില്ല എനിക്ക് എന്തോ കാലുവേന വന്നിട്ട് എനിക്ക് നടക്കാൻ പറ്റത്തില്ല, എനിക്ക് പോകാൻ പറ്റത്തില്ല ഞാൻ വിചാരിച്ചു മാറും. അപ്പോൾ സഡനായിട്ട് പ്ലാൻ മാറുമ്പം എനിക്കെന്നല്ല എല്ലാവർക്കും സങ്കടം വരും. പക്ഷെ നമ്മളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യവും നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ നടക്കണം എന്നൊന്നുമില്ല. സോ എപ്പോഴും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്താ നമ്മുടെ പ്ലാൻ എല്ലാം നടക്കാനൊന്നും പോണില്ല. ലൈക്ക് അങ്ങനെ വന്നാൽ പോലും പ്ലാൻ നടന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ബിക്കോസ് അതാണ് ലൈഫ്. ആ ഒരു സംഭവം, ആ ഒരു റിയലൈസേഷൻ എപ്പോഴും നമുക്ക് ഉണ്ടാവണം. ബിക്കോസ് എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്ലാൻ അനുസരിച്ച് പോകണം എന്നൊന്നുമില്ല. നമുക്ക് സങ്കടം വരും, പക്ഷെ ആ സങ്കടം മാറ്റിയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ എന്തെങ്കിലും എപ്പോഴും, ആ ഒരു സ്ട്രെങ്ത് നമ്മളെപ്പോഴും ഉണ്ടാക്കണം. എനിക്കത് ഇല്ല. ഞാനിപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. ബിക്കോസ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പിന്നെ നമുക്കതൊരു കുഴപ്പമില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ഞാൻ ഇത് ഫസ്റ്റ് ഈ പോട്ടാണ് പെയിൻറ്റ് ചെയ്യാൻ പോണേ. പിന്നെ ഏത് കളർ ചൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിപ്പോൾ കുറേ പേസ്റ്റൽ കളറാണ് ഉള്ളത്. പിങ്ക് ചൂസ് ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിങ്ക് ചൂസ് ചെയ്യാം. ഇതിങ്ങനെയാണോ ചെയ്യണേന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ ഞാനിങ്ങനെ ചെയ്യാൻ എന്താണ് എനിക്ക് സന്തോഷം. ഞാൻ ഹാപ്പിയാണെങ്കിൽ പിന്നെ എന്നാ പ്രശ്നം. പിന്നെ ഞാൻ ഒരു പെർഫെക്ഷനിസത്തിൻ്റെ ആളാണ്. എനിക്ക് എല്ലാ സാധനങ്ങളും പെർഫെക്റ്റ് ആയിട്ടാവണം. ഞാൻ എന്ത് ചെയ്താലും പെർഫെക്റ്റ് ആയിട്ടാവണം. ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആവണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിന്ന് ഒന്നും ഇടാൻ പറ്റത്തില്ല. പക്ഷെ അതൊക്കെ കുറച്ച് നമ്മൾ മാറ്റേണ്ട കാര്യങ്ങളാണ്. നമുക്ക് എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നടക്കണം, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ഇത്ര അടിച്ചു. ഇതിനകത്ത് ഓൾറെഡി കുറച്ച് ക്രാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എടുക്കാൻ എൻ്റെ പ്ലാനേ ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ഇന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകണത് ഒക്കെ വീഡിയോ എടുക്കണം. ഞാൻ നടക്കാണ്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, ഫസ്റ്റ് എനിക്ക് സങ്കടം വന്നെങ്കിലും പണ്ടത്തെ അത്ര സങ്കടം വെച്ചാൽ, പണ്ടൊക്കെയാണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാവും. എനിക്കാണെങ്കിൽ എൻ്റെ പ്ലാൻ പൊളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റാത്ത സംഭവം. ചിലർക്ക് അങ്ങനെ ഉണ്ട്. അവർ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലേ, അത് ചെയ്യണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഓക്കെയാണ്. ബിക്കോസ് ഇപ്പം ഞാൻ ചെയ്യുന്ന വഴി കണ്ടില്ലേ, അത് നടന്നില്ലെങ്കിൽ എന്താ, വേറെ എന്തൊക്കെ കാര്യം എനിക്കിപ്പോൾ ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാലുവേദന എടുത്താൽ എന്താ, ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളില്ലേ, ആ ഒരു സംഭവമല്ലേ. അങ്ങനെ രീതിയിൽ ചിന്തിക്കാൻ എനിക്കറിയാൻ പാടില്ല. കുറേ നമ്മൾ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ ശരിയാവുന്നതാണോ, അല്ലെങ്കിൽ അത് തന്നെ ശരിയാവും. ബിക്കോസ് നമ്മൾ അതിനുള്ള ഒരു സ്ട്രെങ്ത് നമ്മൾ കണ്ടെത്താൻ പഠിക്കണം. ഇത് എല്ലാ കാര്യവും ഞാൻ പറയണില്ലേ, ഈ പ്ലാൻ അനുസരിച്ച് ഒന്നും നടക്കണം എന്നില്ല. ഞാൻ എന്ത് വിചാരിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുന്നത്. പക്ഷെ ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ആ സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എപ്പോഴും. മനസ്സിലായോ? ഞാൻ എൻ്റെ 2 പോട്ട് പെയിൻറ് ചെയ്തു. ഇതാണ് എൻ്റെ പോട്ടുകൾ. പിന്നെ പോട്ടെന്നൊക്കെ പറയൂ, എന്തോ സാധനം വെക്കാനുള്ള കുഞ്ഞു പാത്രങ്ങൾ. അത് 2 പെയിൻ്റ് അടിച്ചു, ഫുൾ പെയിൻ്റ് അടിച്ചു. ബാക്കി ഞാൻ വിചാരിച്ചു പിന്നെ ഇതേപോലെ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടി ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു രസം ഉണ്ടാവില്ല. സോ ഞാനിത് 2 മാത്രം ചെയ്തു. ബാക്കി നമുക്ക് പിന്നെ ഒരു ദിവസം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അതിനകത്തൊക്കെയാണെങ്കിൽ കുറേ ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും. നോക്കാം. അത് നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്തിട്ട് ചെയ്യാം. ഇത് മതി. ഇനി നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. ഞാൻ ഇന്നലെ ഒരു ഫേസ് പാക്ക് മേടിച്ചായിരുന്നു, ഫേസ് മാസ്ക് മേടിച്ചായിരുന്നു. ബിക്കോസ് എൻ്റെ മുഖം ഫുള്ള് ടാനായിപ്പോയി.
പൊട്ടാനടിച്ചു. അത് മാറ്റാൻ വേണ്ടി ഞാനൊരു ഫേസ് പാക്ക് മേടിച്ചിട്ടുണ്ട്. എനിക്കറിയത്ത് പോലുമില്ല അതെ ഞാനിതുവരെ യൂസ് ചെയ്യാത്തൊരു ഫേസ് പാക്കാണ്. നമുക്കതൊന്ന് കുറച്ച് നേരം അപ്ലൈ ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കണം. കുറച്ച് മോട്ടിവേഷനൊക്കെ വരട്ടെ. നമ്മളിങ്ങനെ മടുത്ത് പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ കുറച്ച് മോട്ടിവേഷൻ വേണ്ടേ? അതിന് വേണ്ടി കുറച്ച് ഫേസ് പാക്കൊക്കെ ഇട്ട് സെൽഫ് ലവ് സെൽഫ് കെയർ ഒക്കെ ഇങ്ങോട്ട് വരട്ടെ. അപ്പം ശരി, എൻ്റെ കയ്യിലെ പെയിൻ്റ് അയക്കുന്നു വിചാരിക്കുന്നത്. ഫേസ് പാക്ക് ഇടാൻ പോയിട്ട് ഞാൻ അതിന് പകരം ഞാനൊന്ന് പോയി ജ്യൂസൊക്കെ കുടിക്കാൻ പോയി. ബിക്കോസ് ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. വൈകുന്നേരം ആയപ്പോൾ എനിക്കപ്പോൾ ജ്യൂസ് കുടിക്കാൻ തോന്നി. എന്തൊക്കെയോ വെള്ളം കോരി കുടിക്കാൻ തോന്നി. അങ്ങനെ ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞ് വന്നു. ഇനി നമുക്ക് ഫേസ് പാക്ക് ഇടാം. ഫസ്റ്റ് ഞാൻ പോയി മുഖം ഒന്ന് കഴുകിയിട്ട് വരാം. ഓക്കെ. നമുക്ക് ക്യാൻഡിൽ കത്തിച്ച് കുറച്ച് എസ്തെറ്റിക് കുറച്ച് നല്ല വൈബാക്കാം. ഓക്കെ, നമ്മുടെ ക്യാൻഡിൽ കത്തിച്ചു. ക്യാൻഡിലൊക്കെ കത്തിച്ച് പിന്നെ ആ ഇൻസെൻസ് കോൺ ഉണ്ടല്ലോ അതൊക്കെ കത്തിച്ച് കൊണ്ട് നല്ല സ്മെല്ല്, നല്ല മണമുണ്ട്. അതൊക്കെ ഉണ്ട്. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ക്യാൻഡിലൊക്കെ കത്തിച്ച് നോക്കാം. നല്ല രസമാണ് ക്യാൻഡിൽ കത്തിച്ച് നോക്കാം. അതേപോലെ തന്നെ ആ ഇൻസെൻസ് കോണൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്തൊന്നൊരു നല്ല മണമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ ആയിട്ടേക്ക് നമുക്ക് റൂമിലിരിക്കാനൊക്കെ നല്ല രസമല്ലേ. ഇനി അതൊക്കെ എൻജോയ് ചെയ്ത് ഇനി ഇതൊക്കെ കഴുകി ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ ഡേ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ ടുക്ക് ദിസ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തത് എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റാണിന്ന് നടന്നത്. ഞാനിന്ന് ഇവിടെ കുത്തിയിരുന്ന് ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച ആളെയല്ല. ഞാൻ വിചാരിച്ചത് പുറത്ത് പോകണം, കുറേ സാധനങ്ങൾ മേടിക്കണം ഇതൊക്കെ വിചാരിച്ചു. പക്ഷേ അതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് നടന്നത്. ബട്ട് ഐ എം ടോട്ടലി ഹാപ്പി വിത്ത് വാട്ട് ഹാപ്പൻ ടുഡേ. അതായത് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു, നല്ലതായിരുന്നു. അപ്പം എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല. പിന്നെ ഒരു കഴിവ് വേണം കേട്ടോ, ഇങ്ങനെ ഫേസ് പാക്ക് ഇട്ടുകൊണ്ടിരുന്ന് സംസാരിക്കാൻ. അത്രയൊക്കെ ഉള്ളൂ. ബൈ. See you soon in my next video. Until then.